പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് ഒരു മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. അള്ളാഹ് ഇഷ്ടപ്പെട്ടത് മാത്രമേ മുഅ്മിനായ മനുഷ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്തവർ ആരൊക്കെയാണ്, അള്ളാഹ് ഇഷ്ടപ്പെടാത്തവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അറിഞ്ഞിരിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അമർഷം, നമുക്കുണ്ടാകുന്നൊരു അവനോട് കാണിക്കുന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വിരക്തി, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചിന്തിക്കുമ്പോൾ അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടാത്തവർ ആരൊക്കെയാണ്, അള്ളാഹ് ഇഷ്ടപ്പെടാത്തവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഏകദേശം വിശുദ്ധമായ ഖുർആനിലൂടെ പലയിടങ്ങളിലായിട്ട് 14 വിഭാഗക്കാരെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 14 വിഭാഗക്കാരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് അള്ളാഹ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വ്യക്തമായി പറയുമ്പോൾ ആ വ്യക്തമായ ആ ഒരു കാര്യത്തെ ഒരിക്കലും സമീപിക്കാൻ മുഅ്മിനായ നമ്മൾ ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഒന്നാമത്തേത് അള്ളാഹ് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലൂടെ പറയാണ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിക്രമം കാണിക്കുന്ന, ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ദീനിൽ നിന്നും ലംഘനം നടത്തിയിട്ട് പുറത്തു പോകുന്ന ആളുകളുണ്ടല്ലോ, ദീനിൽ ഒരു മുഅ്മിനായ ആളുടെ പേര് വെച്ചിട്ട്, അയാളുടെ പേര് വെക്കുമ്പോൾ നല്ല മുഅ്മിനായ ആളുടെ പേരാണ്, പക്ഷെ അയാൾ ചെയ്യുന്നതൊക്കെ അതിക്രമം നടത്തുന്ന ആളുടെ പ്രവർത്തനമാണെങ്കിൽ അത്തരം കാപഢ്യം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, ലാ യുഹിബ്ബു, അള്ളാഹ് അവനെ ഇഷ്ടപ്പെടില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് വളരെ വ്യക്തമായിട്ട് പറയും. അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. മുഅ്തദീൻ എന്ന് പറയുന്നത് നിയമലംഘനം നടത്തുന്ന ശരീഅത്തിനോട് എപ്പോഴും വിരുദ്ധം ചെയ്യുന്ന ആളാണ്. അവൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിരിക്കെ തന്നെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് എതിര് ചെയ്യുന്നവനാണ്. അത്തരക്കാരെ തൊട്ട് അള്ളാഹുവിനോട് പോയി കാവലിനെ ചോദിക്കണം. രണ്ടാമത്തെ വിഭാഗം, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. സൂറത്തുൽ ബഖറയിലൂടെ തന്നെ അള്ളാഹ് പറയാണ്, വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഫസാദിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. എല്ലാവരുടെയും ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും പാമരന്മാരും രാജാക്കന്മാരും എല്ലാവരുടെയും പണി ഫസാദ് ഉണ്ടാക്കാനാണ്. ഈ ഫസാദിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹ് വളരെ ക്ലിയറായിട്ട് പറയണം. ഫസാദിനെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ഫസാദ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാഹ് ആണെന്നായിരിക്കും ചിലപ്പോൾ ഫസാദ് ഉണ്ടാക്കുന്നവൻ്റെ മനസ്സിൽ. ഞാൻ ചെയ്യുന്നത് എന്തോ ഒരു വലിയ നന്മയാണ്, പക്ഷേ അത് ഫസാദാണ്, ഉമ്മത്തിനെ പിളർത്തുന്ന ഫസാദാണ്, ഉമ്മത്തിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണെങ്കിൽ അതിനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതിൻ്റെ മറ്റൊരു ദ്വയാർത്ഥമാണ് ഫിത്ന പരത്തുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. കുല്ല കഫാരിൻ അസീം. ഇവിടെ തെറ്റ് ചെയ്യുന്ന കാഫിരിങ്ങളായ ആളുകളുണ്ടല്ലോ, തെറ്റ് ചെയ്യുന്ന, ഇസ്ലാമിനെ നിഷേധിക്കുന്ന, എപ്പോഴും കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. തെറ്റ് ചെയ്യുന്ന കാഫിരിങ്ങളായിട്ടുള്ള ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അള്ളാഹു എന്താണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമല്ലേ. അപ്പോൾ അതിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ ആരാണ്? അമുസ്ലിങ്ങളാണ്. അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറയാം. ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ സൂറത്തുൽ ബഖറയിൽ അത് രേഖപ്പെടുത്തിയതാണ്. ആലിമ്രാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അള്ളാഹ്ക്ക് കാഫിരീങ്ങളെ ഇഷ്ടമല്ല. അള്ളാഹ് എന്ന് പറയുന്നത് തൗഹീദിൻ്റെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അലമ. അള്ളാഹ് എന്ന് പറയുന്നത് തൗഹീദിനെ അറിയിക്കുന്നതാണ്. ആ തൗഹീദിലേക്ക് ശിർക്കിനെ കൂട്ടിച്ചേർക്കുന്ന, അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾക്ക് പൂജ ചെയ്യുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണെന്ന് പറഞ്ഞു കൊടുക്കണേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ കാഫിരിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അഞ്ചാമത്തേതായിട്ട് ആലിമ്രാനിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. അക്രമം കാണിക്കുന്ന ളാലിമീങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. പല നിലക്കുള്ള അക്രമമുണ്ട്. അന്യരുടെ ജീവിതത്തിലേക്ക് കയറി ചെന്നുകൊണ്ട് അക്രമം കാണിക്കുന്നവരുണ്ട്. മറ്റുള്ളവരോട് മോശത്തരം കാണിച്ചുകൊണ്ട് അവരുടെ അഭിമാനം പിച്ചു ചീന്തുന്ന, അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, സമ്പത്തിനെ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന, മറ്റുള്ളവൻ്റെ സന്തോഷത്തിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ തന്നെ രൂക്ഷമായിട്ട് ദുൽമ ചെയ്യുന്ന, ആക്രമിക്കുന്ന ആളുകളുണ്ട്. പലതരം അക്രമികളുണ്ട്. സ്വന്തത്തോട് അക്രമം കാണിച്ചുകൊണ്ട് എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുണ്ട്. ഇവരൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല. ആറാമത്തേതായിട്ട് സൂറത്തുൽ നിസായിൽ എന്ന് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. പോയി അഹങ്കാരം നടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല. അഹങ്കാരം നടിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ താൻ വലിയൊരാളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മറ്റുള്ളവരെ അപമാനപ്പെടുത്തുന്ന, സ്വന്തം അഭിമാനത്തെ സംരക്ഷിക്കുന്ന അഹങ്കാരമുള്ള ഹുങ്കുള്ള ആളുകളുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അവരെ ഇഷ്ടമല്ല. ഏഴാമത്തത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ അസീമ. വഞ്ചന കാണിക്കുന്ന ആളുകൾ,
പറ്റിക്കുന്ന ആളുകൾ, എപ്പോഴും പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് അവർ ഇഷ്ടമില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീബ. എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖവ്വാനിങ്ങളായിട്ടുള്ള ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. വഞ്ചിക്കുന്ന, പറ്റിക്കുന്ന ആളുകളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് പറ്റിക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അവരോട് ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. 8ാമത്തെ വിഭാഗം എന്ന് പറയുന്ന വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നേരത്തെ പറഞ്ഞ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ് എന്ന് പറയുന്നവരെ വീണ്ടും ആവർത്തിച്ച് പറയാം. മുഫ്സിദീങ്ങൾ, ഫസാദ് ഉണ്ടാക്കുന്ന ആളുകൾ അള്ളാഹ് അവരെ ഒരിക്കലും ഇഷ്ടമല്ല. 9ാമത്തെ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അത് വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് സൂറത്തുൽ മാഇദയിൽ. അള്ളാഹു അതിക്രമം കാണിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. വഞ്ചിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന ആളുകൾ അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. 11ാമത്തേത് അള്ളാഹു പറയുന്നുണ്ട് ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാനിൻ കഫൂർ. അത് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വിശദീകരിച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ആവർത്തിച്ച് പറയണം, വഞ്ചിക്കുന്ന ആളുകൾ. മറ്റൊന്ന് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ എന്ന് പറയുന്നതാണ്. അഹങ്കാരികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അഹങ്കാരികളായിട്ടുള്ള ആളുകൾ അവരെ അള്ളാഹ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല. അവർ അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് അവർ സന്തോഷിക്കും. അങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. മറ്റൊന്ന് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ തന്നെയാണ് സൂറത്തുൽ ഖസസിൽ അള്ളാഹ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മുഅ്മിനീങ്ങളായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ആളുകളായിട്ട് കൂട്ടുകൂടാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ ചെയ്യാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്? ഇഷ്ടമില്ലാത്തതിനെ ഒഴിവാക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നല്ല ഒരു ദീനി ബോധമുള്ള ഒരു തലമുറയായിട്ട് നമ്മൾ മാറണം. എപ്പോഴും ഫസാദ് ഉണ്ടാക്കാതെ, അള്ളാഹിനെ പറ്റിക്കാതെ, കുഫ്രിയത്തിൻ്റെ ഒരു പ്രവർത്തനം ജീവിതത്തിൽ വരാതെ നല്ല ഒരു ഈമാനുള്ള ജീവിതം നമുക്ക് നയിക്കാൻ സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.